ചലച്ചിത്രാഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാൻ ആലോചന. വീണ്ടും തെരഞ്ഞെടുപ്പ് വേണമെന്ന് സംഘടനയിൽ ആവശ്യമുയർന്നു. ബൈലോ പ്രകാരമുള്ള തുടർ നീക്കങ്ങൾക്ക് സംഘടനാ നേതൃത്വം നിയമോപദേശം തേടി. അതിനിടെ ഇന്ന് ചേരാനിരുന്ന നിർണായക എക്സിക്യൂട്ടീവ് അനിശ്ചിതമായി മാറ്റിവെച്ചത് സംഘടനയിലെ ഭിന്നത രൂക്ഷമാക്കി. അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ സംഘടനാ നേതൃത്വവുമായി ഇന്ന് ചർച്ച നടത്തും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ഇപ്പോൾ ഈ സംഘടനയുടെ തലപ്പത്തുള്ളവർക്കെതിരെയൊക്കെയുള്ള പരാതികൾ, മുൻപ് ഇതിന്റെ ഭാരവാഹിത്വം വഹിച്ചിരുന്നവർക്കെതിരെയുള്ള പരാതി, ഇതൊക്കെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വലിയൊരു പ്രതിസന്ധിയിൽപ്പെട്ടുഴലുകയാണ് സംഘടന എന്നതിൽ തർക്കമില്ല. നിലവിലുള്ള എക്സിക്യൂട്ടീവിനെ പൂർണ്ണമായി പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിലേക്ക് എന്ന തീരുമാനം അങ്ങനെയുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഈ യോഗം മാറ്റിവെച്ചത് സൂചിപ്പിക്കുന്നത് എന്താണ്? അനുജ, എന്തായാലും വലിയ ചർച്ചകളാണ് അമ്മ സംഘടനയിൽ അനൌദ്യോഗികമായി നടക്കുന്നത്. എക്സിക്യൂട്ടീവ് ചേരില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഉടൻ ചേരില്ല എന്നുള്ളത് തീയതി പോലും അവർ തീരുമാനിച്ചിട്ടില്ല. അതിനിടെയാണ് സംഘടനയുടെ ബൈലോ പ്രകാരമുള്ള നടപടികളിലേക്ക് കടക്കണം എന്നൊരു ആവശ്യം ശക്തമായി തന്നെ ഉയർന്നിട്ടുള്ളത്. ബൈലോ പ്രകാരം സംഘടനയുടെ മുന്നോട്ട് പോക്കിന് തടസ്സമാകും വിധം ഏതെങ്കിലും തരത്തിൽ ആരോപണങ്ങൾ വരികയോ മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടണം എന്നുള്ളതാണ് ബൈലോ. അതുപ്രകാരം മുന്നോട്ട് പോകാനുള്ള ആലോചനകളാണ് നിലവിൽ സംഘടനയിൽ നടക്കുന്നത്. നിയമവിദഗ്ധരുമായി ഇതിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട് സംഘടന നേതൃത്വം എന്നുള്ളതും നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിന്റെ ഒരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. അതിനൊപ്പം ജനറൽ സെക്രട്ടറി ആയിരുന്ന സിദ്ദിഖിനെതിരെ ആരോപണം വന്നു. പകരം വന്ന ബാബുരാജിനെതിരെയും ആരോപണവും പരാതിയും വന്ന പശ്ചാത്തലത്തിൽ ബാബുരാജ് കൂടി സ്ഥാനത്ത് നിന്ന് മാറണമെന്നുള്ള ആവശ്യവും അമ്മയിൽ ശക്തമായിട്ടുണ്ട്. എന്തായാലും ബൈലോ പൂർണ്ണമായും പഠിച്ച് നിയമ വിദഗ്ധരുടെ ഉപദേശം കിട്ടിയ ശേഷമായിരിക്കും അമ്മ കൂടുതൽ തീരുമാനങ്ങളിലേക്ക് പോവുക. എന്തായാലും എക്സിക്യൂട്ടീവ് പിരിച്ചുവിട്ടൊരു തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന ആവശ്യം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ അശ്വിൻ, ഇപ്പോ ജഗദീഷിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. അദ്ദേഹം പക്ഷേ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റണമെങ്കിൽ അതിലും ബൈലോ അനുവദിക്കുന്നില്ല എന്നൊക്കെയുള്ളതും അവിടെ തടസ്സമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാൻ എന്നുള്ളതിലേക്ക് തന്നെ പോകാനാണോ സാധ്യത, അശ്വിൻ? ഏറെക്കുറെ അതിലേക്ക് തന്നെ സംഘടന എത്തിയേക്കുമെന്നുള്ള വിവരങ്ങളാണ് അനുജ ലഭിക്കുന്നത്. കാരണം സംഘടനയുടെ മുതിർന്ന താരങ്ങൾ പോലും അമ്മയുടെ നിലവിലെ ഈ ഒരു സാഹചര്യത്തെ രൂക്ഷമായി വിമർശിക്കുന്നുണ്ട്. ഈ നേതൃത്വം വെച്ച് സംഘടന മുന്നോട്ട് പോകേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം മുതിർന്ന നടന്മാർ, മുതിർന്ന നടിമാരുൾപ്പെടെ ഈ സംഘടനാ നേതൃത്വത്തോട് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഘടനാ ബൈലോ ഭേദഗതി ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ജനറൽ ബോഡി വിളിച്ച് പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയോ എന്നുള്ളതല്ലാതെ മറ്റു മാർഗ്ഗങ്ങൾ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി പിരിച്ചുവിടാനുള്ള ആലോചനയിലേക്കൊക്കെ കടക്കുന്നു. അവിടെ വലിയ ഭിന്നതയുണ്ട് എന്ന് അശ്വിൻ.